അമേരിക്കയുടെയും അവരുടെ സൈനിക സഖ്യമായ നാറ്റോയുടെയും ഏത് വെല്ലുവിളിയും നേരിടാൻ തയ്യാറായി യുദ്ധസജ്ജമാണ് റഷ്യൻ സൈന്യം ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള പരിശീലനത്തിനും റഷ്യ തുടക്കമിട്ടിരിക്കുകയാണ്. ഹൈപ്പർസോണിക് മിസൈൽ ഉൾപ്പെടെ വിക്ഷേപിച്ചാണ് റഷ്യൻ സൈന്യം പരിശീലനം നടത്തുന്നത്. റഷ്യൻ സൈന്യത്തിലെ വളരെ ചെറിയ വിഭാഗം മാത്രമാണ് യുക്രൈനുമായുള്ള സൈനിക നടപടിയിൽ പങ്കെടുക്കുന്നത്. വലിയ വിഭാഗം സൈനികരും അണിയറയിൽ ഉത്തരവിനായി കാത്തിരിക്കുകയാണ്. ഇവരിൽ ഒരു വിഭാഗമാണിപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കിഴക്കൻ മെഡിറ്ററേനിയനിൽ ഡിസംബർ 1 ആരംഭിച്ച സൈനിക അഭ്യാസത്തിൽ ആധുനിക യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയാണ് പങ്കെടുത്തിരിക്കുന്നത്. ഹൈപ്പർസോണിക് ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളുടെ വിക്ഷേപണവും ഇതോടൊപ്പം നടത്തുകയുണ്ടായി. ആദ്യഘട്ടത്തിൽ മാത്രം 1000 നാവികരും ഏവിയേറ്ററുകളും 10 പടക്കപ്പലുകളും സൈനിക സഹായ കപ്പലുകളും 24 യുദ്ധവിമാനങ്ങളും കോസ്റ്റൽ മിസൈൽ വിഭാഗവും പങ്കെടുത്തതായിട്ടാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. റഷ്യൻ നാവികസേനയുടെ കമാൻഡർ ഇൻ ചീഫ് അഡ്മിറൽ അലക്സാണ്ടർ മൊയ്സേവേവ് ഈ സൈനിക അഭ്യാസങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരിക്കുന്നത്. അടുത്തിടെ റഷ്യയിലെ നാവികസേനയും വ്യോമസേനയും തങ്ങളുടെ ആയുധ ശ്രേണിയിൽ ഉൾപ്പെടുത്തിയ ഉയർന്ന ശേഷിയും കൃത്യതയുമുള്ള സുപ്രധാന ആയുധങ്ങളും അവയുടെ സങ്കീർണമായ ഉപയോഗവും യുദ്ധാഭ്യാസങ്ങളിൽ ഉൾപ്പെടുത്തുന്നതായിട്ട് പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിസംബർ 2 നടന്ന അഭ്യാസത്തിൽ ഫ്ലീറ്റ് മിസൈൽ ഫ്രിഗേറ്റുകളായ അഡ്മിറൽ ഗോർഷ്കിയേവും അഡ്മിറൽ ഗൊലൈക്കോവും ഹൈപ്പർസോണിക് സിക്കോണ്ടർ മിസൈലുകൾ തൊടുത്തുവിടുകയുണ്ടായി. ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയായ നോവോറോസിസ്ക് ഒരു കാലിബർ ക്രൂയിസ് മിസൈലും കടൽ ലക്ഷ്യമാക്കി വിക്ഷേപണം നടത്തിയിട്ടുണ്ട്. മിഗ് 31 യുദ്ധവിമാനങ്ങളിൽ നിന്നുമുള്ള കിൻസാൽ ഹൈപ്പർസോണിക് പരീക്ഷണ വിക്ഷേപണങ്ങളും ബാസ്റ്റിൻ കോസ്റ്റൽ മിസൈൽ ബാറ്ററിയിൽ നിന്നുമുള്ള ഓനിക്സ് ക്രൂയിസ് മിസൈലിന്റെ വിക്ഷേപണങ്ങളും റഷ്യൻ സൈന്യം നടത്തിയിട്ടുണ്ട്. എല്ലാ നിയുക്ത ലക്ഷ്യങ്ങളും വിജയം കണ്ടതായിട്ടാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത്. 3 ദിവസത്തെ അഭ്യാസത്തിൽ റഷ്യൻ സൈന്യം പീരങ്കി വെടിവെപ്പ്, ടോർപിയാഡോ വിക്ഷേപം, വ്യോമാക്രമണം, അന്തർവാഹിനി ആക്രമണം, പ്രതിരോധം എന്നിവയും പരിശീലിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര നിയമത്തിന്റെ മാനദണ്ഡങ്ങളും കടലിലും വായുവിലും അപകടങ്ങൾ തടയുന്നത് സംബന്ധിച്ച റഷ്യയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകളും കൃത്യമായി പാലിച്ചാണ് റഷ്യ അഭ്യാസങ്ങൾ നടത്തിയതെങ്കിലും ഈ പരിശീലനത്തെ നാറ്റോ സൈനിക സഖ്യത്തിനുള്ള ഒരു താക്കീതായാണ് വിലയിരുത്തപ്പെടുന്നത്. റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ദീർഘദൂര മിസൈലുകൾ യുക്രൈന് നൽകിയ നടപടിയിലുള്ള റഷ്യയുടെ രോക്ഷം അവരുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡതര മിസൈലായ ഒറേഷ്നിക് പ്രയോഗിക്കുന്നതിലാണ് കലാശിച്ചിരിക്കുന്നത്. ആണവ പോർമുന ഘടിപ്പിച്ച് പ്രയോഗിക്കാൻ തയ്യാറാക്കിയ ഈ മിസൈൽ ആണവ പോർമുന ഘടിപ്പിക്കാതെ യുക്രൈനിലേക്ക് വിട്ടപ്പോൾ തന്നെ അമേരിക്കയും സഖ്യകക്ഷികളും നടുങ്ങിയിരുന്നു. ഇന്ന് ലോകത്ത് ഒറേഷ്നിക് മിസൈലിനെ തടുക്കാൻ ഒരു സംവിധാനവും ഇല്ല എന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വൻ വെല്ലുവിളിയാണ്. നാറ്റോ സഖ്യത്തിന്റെ ദീർഘദൂര മിസൈലുകളുമായി വന്ന ഒരു ട്രെയിൻ റഷ്യ തകർത്തതും ഈ അടുത്തിടെയാണ്. സ്ഥാനം ഒഴിയും മുൻപ് സംഘർഷം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ജോ ബൈഡന്റെ നീക്കം വെല്ലുവിളിയായി കണ്ടാണ് റഷ്യ ഇപ്പോൾ മറുതന്ത്രം ആവിഷ്കരിച്ചിരിക്കുന്നത്. സിറിയൻ ഭരണകൂടത്തിനെതിരായ വിമതരുടെ നീക്കങ്ങൾ ബോംബർ വിമാനങ്ങളെ ഉപയോഗിച്ചാണ് റഷ്യ നേരിടുന്നത്. സിറിയയിലെ വിമതർക്ക് പിന്നിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ചാര സംഘടനകളാണെന്നാണ് റഷ്യയും ഇറാനും സംശയിക്കുന്നത്. യുക്രൈനിൽ നാറ്റോയ്ക്ക് അടിപതറുന്ന സാഹചര്യത്തിൽ റഷ്യയുടെയും സഖ്യകക്ഷികളുടെയും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയ തന്ത്രപരമായ ഇടപെടലാണ് സിറിയയിലെ അമേരിക്കൻ ഇടപെടലിനെ റഷ്യ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാത്ത പ്രഹരമാണ് സിറിയയിലെ പാശ്ചാത്യ കൂലിപ്പടയാളികൾക്ക് നേരെ റഷ്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയും ഇറാനും ഉത്തര കൊറിയയും ചേർന്ന ഒരു സംയുക്ത സൈനിക സഖ്യമാണ് നിലവിൽ രൂപപ്പെട്ടിരിക്കുന്നത്. സിറിയയിൽ കുഴപ്പമുണ്ടാക്കി റഷ്യയ്ക്കും ഇറാനും തലവേദന സൃഷ്ടിക്കാൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് ഇവരുടെ സഖ്യരാജ്യമായ ദക്ഷിണ കൊറിയയിലെ സംഭവ വികാസങ്ങൾ തിരിച്ചടിയായിട്ടുണ്ട്. ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചതും പിന്നീട് മണിക്കൂറുകൾക്കകം പ്രസിഡന്റ് യൂൺ സുക് യോളിന് അത് പിൻവലിക്കേണ്ടി വന്നതും ദക്ഷിണ കൊറിയൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഡിസംബർ 3 രാത്രി ഏറെ വിവാദങ്ങളോടെ അകമ്പടിയോടെ കൊണ്ടുവന്ന പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സൈന്യം പാർലമെന്റ് വളഞ്ഞിരുന്നു. തുടർന്ന് സൈനിക ഭരണം നിരസിച്ച പാർലമെന്റ് അംഗങ്ങൾ വോട്ട് ചെയ്തതിനു ശേഷമാണ് സൈനികരെ സർക്കാർ പിൻവലിച്ചുവെന്നും പട്ടാള നിയമം പിൻവലിക്കുകയാണെന്നും
പ്രസിഡന്റ് അറിയിച്ചത്. കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തര കൊറിയയോട് അനുഭാവം പുലർത്തുന്ന പ്രതിപക്ഷം പാർലമെന്റ് നിയന്ത്രിക്കുന്നുവെന്നും ദേശദ്രോഹ നടപടികളുടെ സർക്കാരിനെ തളർത്തുന്നുവെന്നും ആരോപിച്ചായിരുന്നു അമേരിക്കയുടെ അടുത്ത അനുയായിയായി അറിയപ്പെടുന്ന ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് കടുത്ത നടപടിക്ക് തുനിഞ്ഞത്. എന്നാൽ ആ നീക്കം ഇപ്പോൾ പാളിയിരിക്കുകയാണ്. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കമാണ് ഏറ്റവും ഒടുവിലായി ദക്ഷിണ കൊറിയയിൽ നടക്കുന്നത്. സിറിയയിൽ കുഴപ്പമുണ്ടാക്കിയ അമേരിക്കയ്ക്ക് അപ്രതീക്ഷിതമായ സ്വന്തം സഖ്യകക്ഷി രാജ്യത്ത് നടന്ന സംഭവ വികാസങ്ങൾ വലിയ ആഘാതമായിട്ടുണ്ട്. ദക്ഷിണ കൊറിയയിൽ അശാന്തി സൃഷ്ടിച്ച് അവിടെ കടന്നു കയറാൻ ശത്രു രാജ്യമായ ഉത്തര കൊറിയ ശ്രമിക്കുമോ എന്നതാണ് അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നത്. ദക്ഷിണ കൊറിയയിൽ റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നതായും അമേരിക്കൻ രഹസ്യ അന്വേഷണ ഏജൻസി മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ അമേരിക്കയുടെ ഫലത്തിൽ മാത്രം മുന്നോട്ട് പോകുന്ന തായ്വാനും ഹോങ്കോങ്ങും ലക്ഷ്യമിട്ട് ചൈന നടത്തുന്ന നീക്കങ്ങളും അമേരിക്കയ്ക്ക് തലവേദനയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രഖ്യാപിത ശത്രുവായ ഇറാൻ മാസങ്ങൾക്കുള്ളിൽ ആണവ ശക്തിയാകുമെന്ന ഫ്രാൻസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയുടെ മുന്നറിയിപ്പും അമേരിക്കൻ ചേരിയെ സംഘടിപ്പിക്കുന്നതാണ്. ലോകരാജ്യങ്ങൾക്ക് ചുറ്റും തീയിട്ട് അതിൽ നിന്നും മുതലെടുപ്പ് നടത്തുന്ന അമേരിക്കയ്ക്ക് അവരുടെ സഖ്യരാജ്യങ്ങൾക്ക് ചുറ്റും തീയിട്ടാണ് റഷ്യൻ ചേരി ഇപ്പോൾ മറുപടി നൽകുന്നത്. ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ അതിന്റെ എല്ലാം തുടർച്ചയാണ്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ വിജയിക്കാൻ പോവുകയാണ്. യുക്രൈനിന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഭൂരിപക്ഷവും റഷ്യ പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും ഉൾപ്പെടെ 32 രാജ്യങ്ങൾ അടങ്ങിയ നാറ്റോ സഖ്യം നൽകിയ ആയുധങ്ങളും ടെക്നോളജിയും പണവും ഉപയോഗിച്ച് റഷ്യൻ സേനയെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയുടെ സൈനിക സഖ്യത്തിനുണ്ടാക്കുന്ന ക്ഷതം വലുതാണ്. ആധുനിക ആയുധങ്ങളോട് പടപൊരുതി വിജയിച്ചു വരുന്ന റഷ്യൻ സൈന്യം ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നതോടെ തല താഴ്ത്തേണ്ടി വരിക ലോകത്തെ വമ്പൻ സൈനിക സഖ്യമെന്ന് സ്വയം അഹങ്കരിക്കുന്ന നാറ്റോനായിരിക്കും. കാര്യങ്ങളുടെ പോക്കും അങ്ങോട്ട് തന്നെയാണ്.